ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. അപ്പൊ ഇന്നത്തെ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മളെ പെരക്ക് ഇന്ന് ഉസ്താക്ക് ഫുഡാണ്. 7 ഉസ്താന്മാരുണ്ട് നമ്മളെ പള്ളിയില്. അപ്പൊ നമ്മ വിചാരിച്ചു ഉച്ചക്കാണ്. അപ്പൊ നമ്മൾ വിചാരിച്ചു ചിക്കൻ ബിരിയാണി ഉണ്ടാക്കി കൊടുക്കാന്ന്. അപ്പൊ ചിക്കൻ ബിരിയാണിക്ക് വേണ്ട മസാലക്ക് വേണ്ട ഉള്ളി, തക്കാളി, പിന്നെ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി പേസ്റ്റ് നമ്മൾ ഇന്നലെ രാത്രിയെ ഉണ്ടാക്കി വെച്ച്, രാവിലെ ഉണ്ടാക്കാൻ കഴിയില്ലെങ്കിലാന്ന് വെച്ചിട്ട് ഇന്നലെ ഉണ്ടാക്കി വെച്ച്. അപ്പൊ നമുക്ക് ഇത് ഓരോന്നോരോന്നായി റെഡിയാക്കിട്ട് എടുക്കാം. അപ്പൊ നമ്മ ഇതിടെ ഉമ്മ ഉള്ളി അരിയുന്നുണ്ട്. അപ്പൊ ഉമ്മ ഈ കത്തി ഒന്നിങ്ങനെ കത്തി എന്ന് വെച്ചെങ്കില് നമ്മളെ ഇത്ത കൊണ്ടുവന്നു, എനിക്ക് പ്രസവ ശുശ്രൂഷക്ക് വന്ന് ഇത്ത കൊണ്ടുവന്നു. വേറെ വീട്ടിലേക്ക് അവര് വന്നിട്ടാകുമ്പോൾ കത്തി വേണമെന്ന് വെച്ചാൽ നമ്മ വേണമെന്ന് പറഞ്ഞിട്ടാകുമ്പോൾ അവര് കൊണ്ടുവന്നതാണ്. അപ്പൊ 2 കത്തി, പിന്നെ മഞ്ഞത്തൈ, ഇഞ്ചിത്തൈ, അച്ചാറെല്ലാം കൊണ്ടുവന്നു. 2 ദിവസമായി ഇത് ഇങ്ങനെ കട്ട് ചെയ്യുമ്പോ ഈ കളർ വന്നു. എന്തെന്നറിയില്ല. ഇപ്പൊ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ കത്തിന്റെ ഒന്ന് എന്ത് സംഭവം പറഞ്ഞതായിരുന്നു നമുക്ക് കത്തിന്റെ. കത്തിയിൽ മുറിച്ചാൽ ഇന്ന് ആവില്ലാന്ന് പറഞ്ഞിട്ട് നമ്മൾ ചോപ്പർ എടുത്ത് ഇത് നമുക്ക് ചിപ്സ് ആക്കാൻ വേണ്ടിട്ട് വാങ്ങിയതാണ്. ഇപ്പൊ എല്ലാത്തിനും ഉപകാരപ്പെട്ട്. അപ്പൊ ഇതിലാവുമ്പോൾ ഫാസ്റ്റ് ആയിക്കോളും. അങ്ങനെ ഉമ്മ ഇതിടെ ഉള്ളി ഫാസ്റ്റ് ആയിട്ട് അരിയുന്നുണ്ട് ഗൈസ്. ഇവിടെ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഉള്ളി മുറിച്ച് വെച്ച്, തക്കാളി മുറിച്ച് വെച്ച്, ഇന്നലെ ആക്കി നമ്മൾ പറഞ്ഞില്ലല്ലോ, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി പേസ്റ്റ്. അപ്പൊ ഇതെല്ലാം ഇവിടെ റെഡി ആയിട്ടില്ല. ഇനി നമുക്കിത് മസാല ആക്കാം. പിന്നെ ചിക്കൻ വാങ്ങാൻ പോകുന്നുള്ളതാണ്. ചിക്കൻ ഇന്നലെ വാങ്ങാൻ കഴിച്ചില്ല. അപ്പൊ നമുക്ക് ചിക്കൻ വാങ്ങിയിട്ട് വരാം. ഇങ്ങനെ ചട്ടി ഇതിടെ തീമ വെച്ചിട്ടുണ്ട്. നമ്മ എണ്ണ ഒഴിക്കുന്നുണ്ട് ഉള്ളി വാട്ടാനുള്ള മസാലയ്ക്ക് വേണ്ടിയിട്ട്. അപ്പൊ ചട്ടി ചൂടായി വരുമ്പോ നമുക്ക് എന്താണെന്ന് വെച്ചെങ്കിൽ ഉള്ളി ഇട്ട് കൊടുക്കാം. ഇതിവിടെ പാത്രത്തിലാക്കി വെച്ചിട്ട് കൊണ്ടുവന്ന ചിക്കൻ ഇനി ഇത് നല്ല രീതിയിൽ കഴുകിയെടുക്കണം. എണ്ണ ചൂടായിട്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് എന്താണെന്ന് വെച്ചെങ്കിൽ ഉള്ളി മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ട് നല്ല പാങ്ങിൽ വാട്ടിയെടുക്കാം. ചിക്കനെല്ലാം കഴുകി കൊണ്ടുവന്നിട്ട് വേറെ പാത്രത്തിലേക്ക് ആക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ പൊരിച്ചിട്ട് വെക്കാന്ന് വിചാരിച്ചിട്ടാ. നല്ല അടിപൊളി ചിക്കൻ പൊരിച്ചിട്ട് ബിരിയാണി വെക്കാന്ന് വിചാരിച്ചു. അപ്പൊ ഉള്ളി ഇതിന്റെ പാടി വരുന്നുണ്ട്. നല്ലോണം പാടി വരണം കേട്ടാ. നല്ലോണം പാടി വരുമ്പോ തക്കാളി ഇട്ട് കൊടുത്തോളൂ, അല്ലെങ്കിൽ നല്ല ഇതുണ്ടായില്ല ഗൈസ്. ആ ചിക്കൻ പൊരിക്കാൻ വേണ്ടിട്ട് മുളക് പൊടി ഇടുന്നുണ്ട്. ഉപ്പിട്ട് കൊടുത്താൽ ഇതിലേക്ക് ഇച്ചിരി ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഇച്ചിരി സെൽക്ക് ഇട്ടിച്ച് കൊടുക്കാം കേട്ടാ. നല്ല ഉണ്ടാവും സെൽക്ക് ഇട്ടിച്ചാല്. ഞാൻ മുറ്റിക്കലുണ്ട് കേട്ടാ. നമുക്ക് വേണമെങ്കിൽ ഇട്ടിക്കാം, അത് നിങ്ങൾ ഇഷ്ടമാണ്. ഇതിലേക്ക് ഇച്ചിരി നമ്മൾ കളർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ചുവന്ന കളറാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ഇച്ചിരി കോളിഫ്ലവർ ഇട്ട് കൊടുക്കാം കേട്ടാ. അത് നല്ല മുരുമുരുപ്പ് ഉണ്ടാവും ചിക്കൻ പൊരിക്കുമ്പോൾ. കുറച്ച് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം കുഴച്ചെടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് റെസ്റ്റ് ചെയ്യാൻ പറ്റും. സെറ്റാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം. അത് ഉള്ളി പാടിയിട്ട് ഇട്ട് കൊടുക്കണം. എന്നിട്ട് തക്കാളി ഇട്ട് കൊടുത്തുള്ളൂ. പക്ഷെ ഇതിന്റെ പച്ചമണം പോണം, എന്നാലേ ആ ഒരു ടേസ്റ്റ് കിട്ടും. എന്നിട്ട് നല്ലോണം ഇളക്കി എടുക്കണം കേട്ടോ. നല്ല രീതിയിൽ മിക്സ് ആക്കി എടുക്കണം. ആ പച്ചമണം പോകുന്നവരെ മിക്സ് ആക്കണം. ചിക്കൻ പൊരിക്കാൻ ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് സൺഫ്ലവർ എണ്ണ വെച്ചെടുക്കാം. നമ്മൾ സൺഫ്ലവർ എണ്ണയൊക്കെ ഉപയോഗിക്കുന്നത്. വെച്ചിട്ട് അതിൻ്റെ ഇടയ്ക്ക് ഉമ്മാന് കൈ മുറിഞ്ഞ ഗൈസ്. എന്താക്കുമ്പോ മുറിഞ്ഞമ്മ ഉള്ളി മുറിക്കുമ്പോ ഉമ്മാന്റെ കൈ മുറിഞ്ഞ ഗൈസ്. ഒറ്റക്ക് തന്നെ അല്ലേ. അപ്പം എനിക്ക് കുഞ്ഞുണ്ടായിരുന്നു, അങ്ങനെ എടുക്കാൻ കഴിഞ്ഞില്ല. അപ്പൊ ഉമ്മ സ്പീഡ് ആക്കുമ്പോ കൈ മുറിഞ്ഞ ഗൈസ്. ഇതിൽ പച്ചമണെല്ലാം മാറിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് അതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി ഇട്ടിട്ടും ബാട്ടി എടുക്കണം കേട്ടോ. ബിരിയാണി വെക്കാൻ പിന്നെ എല്ലാവർക്കും അറിയുന്നല്ലേ. പ്രത്യേകിച്ച് പറഞ്ഞൊന്നുമില്ല, എന്നാലും നമ്മളുടെ ഇത് ഞാനും ഉണ്ടാക്കൂട്ടോ ബിരിയാണി. ഞങ്ങൾക്ക് ചോറുണ്ടാക്കാൻ അറിയില്ല, പക്ഷെ ഞാൻ മസാല നല്ല പാങ്ങിൽ ഉണ്ടാക്കും. നല്ല രീതിയിൽ മസാല ഉണ്ടാക്കും. ഇപ്പൊ കുഞ്ഞ് വന്നി പിന്നെ അങ്ങനെ ഇങ്ങനെ
ഒന്നും എടുക്കാൻ വീണ്ടും കഴിയുന്നില്ല. ഓള് കരിയുന്ന അങ്ങനെ ആരെ കയ്യിൽ ഇപ്പം നിൽക്കുന്നില്ല. പെരുന്നാൾ നമുക്ക് ആരെ കയ്യിൽ അങ്ങനെ നിൽക്കുന്നില്ല. അതാണ് പ്രശ്നം. ചിക്കൻ ഇതെല്ലാം റെഡിയാണെന്ന് ആയിട്ടത് നമുക്ക് ഇതിലേക്കിടാം. ഞാൻ രാവിലെ തുന്നിട്ടുണ്ടായിട്ട. അപ്പം രാവിലത്തെ ഫുഡാണ് എന്നിട്ട് ഇത് കട്ലച്ചോറ്. അപ്പം ഞാനിപ്പോൾ തിന്നുന്നതാണ്. 10 ആവാനായി. അത്തിയുടെ ചൂടായിട്ടുണ്ട്. അപ്പം നമുക്ക് ഓരോന്നായിട്ട് ഇട്ടുകൊടുക്കാം ചിക്കൻ. കുറച്ച് ചിക്കൻ ഇട്ടിട്ടുണ്ട്. ഇനിയും ഇടാനുണ്ട്. അപ്പം പാനിൽ ഇത്രയും പിടിക്കണം. നമുക്ക് കുറച്ച് ഇടുന്നതാണ്. നമുക്ക് അതിനുശേഷം അടുപ്പത്ത് ഇട്ടിടാം. നമ്മൾ ഇതെല്ലാം ആയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഇച്ചിരി ചിക്കൻ മസാല ഇട്ടുകൊടുക്കാം. എല്ലാ മസാലപ്പൊടി ഇങ്ങനെ ഇട്ടുകൊടുക്കാം. ചിക്കൻ മസാല, പിന്നെന്തുമ്മ കുരുമുളക് പൊടി, പിന്നെ ഇച്ചിരി ഗരം മസാല ഇട്ടുകൊടുക്കാം. പിന്നെ ഇച്ചിരി അതിലേക്ക് ബിരിയാണി മസാലയും കൂടി ഇട്ടുകൊടുക്കാം. നല്ലപോലെ മിക്സ് ആക്കിയിട്ട് എടുക്കാം. നല്ല രീതിയിൽ മിക്സ് ആക്കി എടുക്കാം. നമ്മൾ ചിലരുടെ പൊരിഞ്ഞ് വരുന്നുണ്ട് കേട്ടോ. നല്ലോണം പൊരിയാണ് കേട്ടോ. എന്നാലും എടുത്തോളൂ. ഇതിലേക്ക് നമുക്ക് ഇച്ചിരി മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കണം. പിന്നെ ഇച്ചിരി മുളക് പൊടി അല്ലേ. ഇച്ചിരി മഞ്ഞപ്പൊടി ഇച്ചിരി മുളക് പൊടി ഇട്ടിട്ട് നന്നായി മിക്സ് ആക്കി എടുക്കാം. നമ്മൾ ഇടുന്നത് കാശ്മീർ മുളക് പൊടിയാണ്. ഇച്ചിരി മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ല പോലെ മിക്സ് ആക്കി എടുക്കാം. നമ്മളെ മസാല ഇത്രയില്ലുമ്മ മസാല ഇടാൻ റെഡി ആയിട്ടുണ്ട്. ഇനി മസാലയിലേക്ക് നമ്മൾ ഈ ചിക്കൻ പൊരിച്ചത് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ബിരിയാണിക്ക് വേണ്ട മസാല ഇടാൻ റെഡി. ഇനി ചോറിന്റെ പരിപാടിയാണ് കേട്ടോ നോക്കേണ്ടത്. ഇതിലേക്ക് മല്ലിച്ചപ്പ്, പുതിന, കസപ്പ് ഇതെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതൊന്നൊരു വീടെടുക്കുന്നതുകൊണ്ട് ഒന്നും കഴിഞ്ഞില്ല. ഇതിലേക്ക് കുറച്ച് തൈര് വെച്ച് കൊടുക്കാം. നന്നായി ചെറിയൊരു വീടെടുക്കണമെങ്കിൽ കയ്യും മുറിഞ്ഞ അതാണ് എടുക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ചുവട് മാറ്റി കുറച്ച് പൊരിച്ച് വെച്ച് അങ്ങനെ തല്ലിട റെഡി ആയിട്ടില്ല. കുഞ്ഞിനെ ഓർക്കുന്നതുകൊണ്ട് ഉമ്മ എന്നിട്ട് മറ്റേ വീഡിയോക്ക് ഉമ്മക്ക് നേരെ എടുക്കാൻ കഴിയില്ല. കൈ മുറിഞ്ഞുകൊണ്ട് ഉമ്മക്ക് എടുക്കാൻ കഴിയുന്നില്ല നേരെ. അങ്ങനെ ചിക്കൻ പൊരിച്ചതെല്ലാം ഒരു പാത്രത്തിലേക്ക് ആക്കുന്നുണ്ട്. ഇനിയും ഇടാനുണ്ട് ഗൈസ്. ഇനിയും ഇടാനുണ്ട് കുറച്ച്. അപ്പോൾ ആ ബാക്കി കുറച്ചൊന്നുള്ളതും കൂടി ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കാം. നമുക്ക് അങ്ങനെ നമ്മൾ ചിക്കൻ പൊരിച്ചതൊക്കെ റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ മസാലയിലേക്ക് ഇട്ട് കൊടുക്കാം. ചിക്കൻ എല്ലാം ഇട്ട് കൊടുക്കാം കേട്ടോ. നല്ല എല്ലാം ഇട്ട് കൊടുത്ത് മിക്സ് ആക്കി എടുക്കാം. നല്ല വാങ്ങി മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി മസാല, നല്ല ടേസ്റ്റ് ഉണ്ട്. നമുക്കിത് തീ കുറച്ചിട്ട് വെക്കണം കേട്ടോ. എന്നിട്ട് അത് നമുക്ക് അടച്ചാം. അപ്പൊ നമുക്ക് എന്താക്കാന്ന് വെച്ചെങ്കിൽ കച്ചമ്പർ ഉണ്ടാക്കാം. നമുക്ക് ഈ കക്കിരി ചെത്തിയിട്ട് വേണം ഗൈസ്. കക്കിരി മുറിച്ച് വെച്ചിട്ടുണ്ട്. പച്ചമുളക് ഇട്ട് ഇതിലേക്ക് തൈര്, ഇച്ചിരി ഉള്ളി, പിന്നെന്തോ നോക്കിയിട്ട് ഇട്ടിട്ട് സെറ്റാക്കിയിട്ട് കാണിച്ചിടാം. അപ്പോൾ കച്ചമ്പറയുടെ റെഡി ആയിട്ടുണ്ട്. മീത്ത വരിപ്പുറത്തത് മല്ലിച്ചപ്പാന്ന്. അപ്പോൾ നമുക്ക് ഫ്രീസറിൽ ഇട്ടേക്കാം. ഫ്രിഡ്ജിൽ വെള്ളം ഇട ചോറിന് വെച്ച വെള്ളം ഇവിടെ തളിച്ച് വരുന്നുണ്ട്. ഉള്ളിയെല്ലാം ഇട്ട് എല്ലാം റെഡി ആക്കി ഞാൻ ഫോം വിളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എല്ലാം സെറ്റാക്കി ഇതിലേക്ക് നമ്മുടെ കൈകി വെച്ച അരി ഇടുന്നുണ്ട്. എത്ര കിലോന് അരിമ ഇത്? 3 കിലോന് അരി ഇട്ടാ. അമ്മ പറയുന്നത് പിടിക്കാൻ അറിയില്ലാന്ന്. നമുക്ക് ഭയങ്കര ഡൗട്ടാണ് ഗൈസ്. അരിയിലിട്ടിട്ട്
ചോറ് ഇതിട്ട് റെഡിയായിട്ട് വരുന്നുണ്ട്. അങ്ങനെ ദമ്മിടാൻ വേണ്ടിട്ട് മസാലയിലേക്ക് ചോറിടുന്നുണ്ട് ഉമ്മ. ദമ്മ് ചേർക്കണ്ടേ, അതിന് വേണ്ടിട്ട് മസാല ഇതിടുമ്പോ മാറ്റി വെച്ചിട്ടുണ്ട്. അടിയിൽ മസാല ഉണ്ട്, ബാക്കി കുറച്ച് മസാല നടുവിലിടാൻ വേണ്ടിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. കളർ വെക്കുന്നുണ്ട് ഉമ്മ. ഇപ്പൊ അതിന്റെ മുകളില് കുറച്ച് ഡെക്കറേഷൻ ഒക്കെ എടുക്കാം. ഉള്ളി, പിന്നെന്തുവാ, ഇച്ചിരി മുന്തിരി, ഇച്ചിരി ക്വാരട്ട. അതിന്റെ മുകളിലേക്ക് കുറച്ച് മസാല ഇട്ട് കൊടുക്കുക. ബാങ്കോട്ട് ഇപ്പൊ വരും അയാള്, പാത്രം കൊണ്ട് വരൂട്ടാ ചോറ് വാങ്ങാന്. ഒരു നേരം ഇല്ലൂട്ടാ ഭക്ഷണം. മുന്നേ 3 നേരം ഉണ്ടായിന്, ഇപ്പം 1 നേരം ആയിട്ടുണ്ട്. ഇനി അടുത്തത് ഡിസംബറിലാണ്. ഇപ്പളേ ഇല്ല, 4 മാസം കഴിഞ്ഞിട്ട്. ഗൈസ് അപ്പോഴൊക്കെ കറണ്ട് പോയി. എന്റെ ഫ്ലാഷ് എത്തിച്ചിട്ട് എടുക്കും ഞാൻ. അങ്ങനെ ദമ്മിടാന് നമ്മൾ ഡെക്കറേഷൻ ആക്കുന്നുണ്ട്. ഇതാക്കിയ ശേഷം നമുക്കിത് ദമ്മിട്ടാക്കാം. ഗൈസ് കറണ്ട് വന്നിട്ടാ അങ്ങനെ എല്ലാം ഇട്ടിട്ടായിട്ട് നമുക്ക് എന്താ വെച്ചെങ്കിൽ അടച്ചു വെക്കലല്ലമ്മ. ഇത് ഇതിന്റെ തന്നെ ഒരു മൂടിയുണ്ട്. മൂടിയിടാം. അതിന്റെ മുകളില് വേറൊരു മൂടിയിടാം. ദമ്മിടാം വെക്കാം ഗൈസ്. അങ്ങനെ ഗൈസ് ഉസ്താദിന്റെ പാത്രം വന്നു ഗൈസ്. 2 പാത്രം ഉണ്ട്. ഇത് മുദ്രസിനോരും ഇത് ബാക്കിയുള്ള ഉസ്താദ്മാർക്കോലും. അപ്പൊ നമുക്ക് എല്ലാം സെറ്റായി കൊടുക്കാം. അങ്ങനെ ഇതാ ഓരോ പാത്രത്തിലേക്കായിട്ട് ഉമ്മ സെറ്റ് ആക്കുന്നുണ്ട്. നമുക്ക് കാണാം സെറ്റാക്കുന്നു. അങ്ങനെ നമുക്ക് തൈര് ഇട്ടുകൊടുക്കാം പാത്രത്തിലേക്ക്. കച്ചമ്പറ് അങ്ങനെ തൈര് ഇട്ടിട്ടുണ്ട്. ഇനി അടുത്ത പാത്രത്തിലേക്ക് നമുക്ക് അച്ചാർ ഇട്ടെടുക്കാം. അങ്ങനെ അടുത്തയിലേക്ക് നമുക്ക് അച്ചാർ ഇട്ടെടുക്കാം. പാത്രം വലുത് കൊണ്ടുവരുന്നത് നമ്മൾ എല്ലാത്തിനും കഴിഞ്ഞത് ഫില്ലാക്കി. അങ്ങനെ ഇതാ അടുത്തയിലേക്ക് ചോറ് ഉമ്മ ഫില്ലാക്കുന്നുണ്ട്. അങ്ങനെ 2 പാത്രത്തില് ചോറും കച്ചമ്പറും അച്ചാറും എല്ലാം ഫില്ലാക്കി നിറച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിത് കൊടുക്കാൻ അയാൾ കാത്തിക്കുന്നുണ്ട്. അങ്ങനെ ഗൈസ് ഉസ്താമാർ ചോറിൽ കൊണ്ടുപോയപ്പോൾ നമ്മ ഇനി വെയിക്കാന്ന്. നമ്മ വെയിച്ചിട്ടായിട്ടുണ്ടെങ്കിൽ കാണാം ഗൈസ്.